ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓണസദ്യയ്ക്ക് വേണ്ട കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 ചെറിയ കഷ്ണം ചേനയും ഒരു നേന്ത്രക്കായുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചേന ഒരു മീഡിയം തിക്നെസ്സിലൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ തിക്നെസ്സിൽ തന്നെ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കുക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അതേപോലെ നേന്ത്രക്കായ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഈ തിക്നെസ്സിൽ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഈ കടല വേവിച്ചെടുക്കണം. ഇത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ബ്ലാക്ക് കടലയാണ്. അപ്പോൾ അത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 5 വിസിൽ ഹൈ ഫ്ലെയിമിലാണ് വരേണ്ടത്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ആ പ്രഷറിൽ തന്നെ ഇരുന്നിട്ട് കടല നന്നായിട്ട് വേവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. കടല നന്നായിട്ട് വെന്ത് വരണം, പക്ഷേ അത് ഒരുപാട് വെന്ത് ഓവർ കുക്ക് ആകാനും പാടില്ല. അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ അടുപ്പിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പാൻ വെച്ചിട്ടുള്ളത്. ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കഷ്ണങ്ങളൊന്നും ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, പക്ഷേ അതേ സമയത്ത് നന്നായിട്ട് വേവുകയും വേണം. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെജിറ്റബിൾ കുക്കാകാൻ എടുക്കുന്ന സമയത്തിനിടയ്ക്ക് ഇവിടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത് 1/2 കപ്പ് തേങ്ങയാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് ഇത്തിരി മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് റഫായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ്. അത് ശ്രദ്ധിക്കണം, അരച്ചെടുക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് കുക്കാകാനായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇത് എത്ര കുക്കായിട്ടുണ്ടെന്ന്. ഈ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പീസസൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല, അങ്ങനെ മിക്സായി പോയിട്ടില്ല. അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. നമുക്ക് വെജിറ്റബിൾസിൽ അധികം വെള്ളം ആവശ്യമില്ല, കാരണം കൂട്ടുകറി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വെള്ളമുള്ളൊരു കറിയല്ല. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല ചേർത്തപ്പോൾ കടലയുടെ കൂടെ ഉണ്ടായിരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ വെജിറ്റബിളിലേക്ക് വന്നിട്ട് കുറച്ച് വെള്ളം ഈ പാനിൽ കാണുന്നത്. കറി ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങയും ഈ കറിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ കിടന്നിട്ട് ഈ പാനിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഗ്യാസ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓൾറെഡി വെന്തതാണ്, പക്ഷേ ഈ കടലയും കായും ചേനയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാനായിട്ട് ഇത്തിരി സമയം എടുക്കും. അതേപോലെ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെള്ളമൊക്കെ വളരെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ അത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അരിച്ചതിന് ശേഷം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ശർക്കര ആ കറിയിൽ എല്ലാ വശത്തേക്കും എത്തിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ രീതിയിലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ ചിരകി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയും അതേപോലെ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ തേങ്ങ ആവശ്യമുള്ളത്. അങ്ങനെ കൂടുതൽ തേങ്ങ എടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിനി ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഗ്യാസ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് സമയം എടുത്ത് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പാനിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകറി ഉണ്ടാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വേറൊരു ഓണം റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.